നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ, തിരിച്ചടി നൽകി ഇന്ത്യ. നിയന്ത്രണ രേഖയിൽ പാക് ഡ്രോൺ ആക്രമണം. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം പോയി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചിട്ടതാണ് ഗതാഗത കുരുക്കിന് കാരണം. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പോലീസ് പിടിയിലായി. ചേറ്റുവ സ്വദേശി നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. കണിമംഗലം ഓവർബ്രിഡ്ജിന് സമീപം ബൈക്കിൽ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചേർപ്പ് സ്വദേശി കോച്ചേരി പറമ്പിൽ 35 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന വേദവ് ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. തിരുവില്ലാമലയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുതുക്കോട് സ്വദേശി സഞ്ജയാണ് മരിച്ചത്. ദേശീയപാത പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടകര വല്ലപ്പാടി സ്വദേശി മടത്തിക്കര വീട്ടിൽ 55 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ചന്ദ്രാപിന്നി ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളത്ത് നിന്നും മീനുമായി എറണാകുളത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും എടമുട്ടത്തേക്ക് വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് വെണ്ണാട്ടുപറമ്പിൽ ജോയിയുടെ മകൻ 18 വയസ്സുള്ള അലനാണ് മരിച്ചത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിനെ ഭക്തി നിർഭരമായ തുടക്കം. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ പൂനംപ്ലാക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിനെ ഭക്തി നിർഭരമായ തുടക്കം. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വകുപ്പ് വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 157 എക്സൈസ് സേനയുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. മന്ത്രി MP രാജേഷ് അഭിവാദ്യം സ്വീകരിച്ചു. കല്യാണ വീടുകളിലേക്കും വിരുന്നുകളിലേക്കും വൻതോതിൽ വാറ്റുചാരായം എത്തിച്ച് നൽകിയിരുന്നയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചായ്പാൻകുഴി സ്വദേശി മാങ്ങാടൻ വീട്ടിൽ സജീഷിനെയാണ് ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ട്രഡീഷണൽ ഷോട്ടോക്കാരൻ കരാട്ടയുടെ 2 ദിവസത്തെ സംസ്ഥാനതല കരാട്ടെ ക്യാമ്പ് തുടങ്ങി. MLA സനീഷ് കുമാർ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജോലി കഴിഞ്ഞു വരുന്ന സമയം ബൈക്ക് നിർത്തി ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ കൂടി വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സ്വദേശി കാക്കനാടൻ വീട്ടിൽ തേമാലി വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പള്ളിപ്പുറത്ത് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പി പൊട്ടിയത് ശരിയാക്കാനായി എത്തിയ KSEB ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ പ്രതിയെ 1 ദിവസത്തെ തടവിനും 10,000 പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പള്ളിപ്പുറത്ത് നന്ദിലത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം നമ്പർ കോടതി ശിക്ഷിച്ചത്. കുഴൂരിൽ നടക്കുന്ന CPI മാള മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി ജന്മശതാബ്ദി സംഗമം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്ത് കുമാർ അധ്യക്ഷനായി. ചാവക്കാട് കോടതി നിർമ്മാണം പുരോഗതി വിലയിരുത്തി MLA NK അക്ബർ. ജൂലൈ അവസാനത്തോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്നും ഹൈക്കോടതി അനുമതിയോടെ പുതിയ കെട്ടിടത്തിൽ കോടതി ആരംഭിക്കാനാകുമെന്നും MLA. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംഘടിപ്പിക്കുന്ന ഗുരുവായൂർ മണ്ഡലം പദയാത്ര ചാവക്കാട് ഒരുമനയൂർ തങ്ങൾപടിയിൽ നിന്നും ആരംഭിച്ച് ചാവക്കാട് ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. മതിലകം 7-ാം വാർഡിൽ നവീകരിച്ച വെട്ടുകുളം റോഡ് നാടിന് സമർപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ദിവസം അവതരിപ്പിച്ച സോപാന സംഗീതം ഭക്തിസാന്ദ്രമായി.
തിരുവുത്സവത്തോടനുബന്ധിച്ച് കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരും ശിഷ്യരുമാണ് കിഴക്കേ നടപ്പുരയിൽ സോപാന സംഗീതം അവതരിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ മേത്തല കണ്ടംകുളത്ത് വീട് പൊളിച്ചു നീക്കുന്നതിനിടയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. മതിലകത്ത് വീട്ടിൽ സുഹറയുടെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത വീട് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. ഇന്ത്യൻ സൈനികരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വലിയ ഗുരുതി, വിശേഷാൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. സമൂഹ പ്രാർത്ഥനയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് അവലോകന യോഗം തിരുവില്ലാമല ദേവസ്വം അന്നദാന മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KK രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ആദ്യ ശീവേലി നടന്നു. ചൈത്രം അച്ചു ഭഗവാന്റെ തിടമ്പേറ്റി. മാള ബ്ലോക്ക് പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന വജ്രജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ കലാപരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷനായി. കനത്ത വേനൽ ചൂടിലും കൂടൽമാണിക്യം ക്ഷേത്രോത്സവം ദർശിക്കാനെത്തുന്നവർക്ക് ആശ്വാസമായി സൗജന്യ സംഭാര വിതരണം. ക്ഷേത്രം കിഴക്കേ നടയിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്തുന്നത്. അഷ്റഫ് കൂട്ടായ്മയുടെ തൃശൂർ ജില്ലാ കുടുംബസംഗമം നടന്നു. കല്ലുംപുറം വിദ്യാ റെസിഡൻസിയിൽ നടന്ന കുടുംബസംഗമം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി അമല ആശുപത്രി ഗ്രാമയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി കൈപ്പറമ്പ് പഞ്ചായത്ത് 4-ാം വാർഡിൽ പുറ്റേക്കര പകൽ വീട്ടിൽ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തി. അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതിയ പള്ളിയുടെ 17-ാം സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. സന്ധ്യാ നമസ്കാരത്തിന് ജോസഫ് കോർ എപ്പിസ്കോപ്പിയുടെ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുമുറ്റമേളം ഫ്യൂഷൻ ആസ്വാദകർക്ക് ആവേശമായി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തിരുമുറ്റമേളം ഫ്യൂഷൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുനാൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാപാരികളുടെ ബഹുനില ദീപാലങ്കാര പന്തൽ പ്രകാശിതമായി. പന്തൽ ദീപാലങ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന സ്വിച്ച് ഓൺ ചെയ്തു. അംബേദ്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ ജവഹർ ബാലഭവനിൽ പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പൊൻകുരിശുകളുടെ പ്രദർശനം നടന്നു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. മുൻ MLA PR ഫ്രാൻസിസിന്റെ ചരമവാർഷിക ദിനം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചു. മുൻ MLA MP വിൻസെന്റ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവുള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദു കൃഷ്ണൻ, ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ ആൽവിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതക ശ്രമം ഉൾപ്പെടെ 15ഓളം കേസുകളിൽ പ്രതിയായ ഗുണ്ടയെ ഒല്ലൂർ പോലീസ് കരുതൽ തടങ്കിലാക്കി. പൊന്നൂക്കര സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിലാക്കിയത്. എരുമപ്പെട്ടി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ട്രോളി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.